ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി പറയുകയാണ്, ഇപ്പം തന്നെ നിങ്ങൾക്ക് മലേഷ്യ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ല, എൻ്റെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങട്ടേന്നേ, അതിനുശേഷം മലേഷ്യയിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാം. അതല്ലേ നല്ലത്, അതല്ലേ അതിൻ്റെതായ ശരി. ഇത് കേട്ടോ സച്ചിക്ക് ഇവളുടെ അടവ് അങ്ങോട്ട് ശരിക്കും മനസ്സിലായി. സച്ചി എടുത്ത് വായിക്കും, അച്ഛാ അതെ, ആര് വന്നാലും ഇല്ലെങ്കിലും ഞാനും രേവതിയും മലേഷ്യയിലേക്ക് പോകുക തന്നെ ചെയ്യും. അത് ഞങ്ങളെടുത്ത തീരുമാനമാണ്. അതിൽ നിന്ന് ഒരിക്കലും ആർക്കും പിന്മാറ്റാനായിട്ട് സാധിക്കില്ല എന്നൊരു കാര്യവും അവിടെ പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് കലി വരികയാണ്. ശ്രുതി അരിശം കൊണ്ട് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് കയറി പോവുകയും ചെയ്യാണ്. അപ്പോഴേക്കും അച്ഛാ ഇത് കണ്ടോ അച്ഛാ, പൗഡർ ഇടത്തേക്ക് അങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് തോന്നുന്നു. എടാ സച്ചി, നമ്മളേതായാലും പോകാനായിട്ട് തീരുമാനിച്ചല്ലേ, നമുക്ക് പോകാന്നേ. അപ്പോൾ ശ്രുതിയുടെ അച്ഛനെയും കൂടി ഒന്ന് കാണാമല്ലോ, അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി അവിടെ നിന്ന് പിരിയുകയും ചെയ്യാം. പിരിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിൽ രേവതിയോട്, രേവതി എങ്ങനെയുണ്ട്, കണ്ടില്ലേ പൗഡർ ഏട്ടത്തിയുടെ ആക്ടിങ്, ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ രേവതി എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ അല്ലാതെ സച്ചിയേട്ടാ, അതിനു വേണ്ടിയാണല്ലോ നമ്മളൊന്നും കൂടി പെരുപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയത്. എന്നാലും ആൻറ്റി ചോദിച്ചപ്പോൾ അവള് പറഞ്ഞത് കേട്ടില്ലേ, അയ്യോ ഞാൻ മലേഷ്യയിലേക്ക് വരുന്നില്ല എന്ന്. സ്വന്തം അച്ഛൻ ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവൾ പറയില്ലേ, എന്നാ പിന്നെ ഞാനും വരുന്നു, എനിക്ക് അച്ഛനെയും കൂടി ഒന്ന് കാണാലോ എന്നൊക്കെ. രേവതി, അതിന് അവളുടെ അച്ഛൻ ജയിലിൽ കിടന്നാലല്ലേ. ഇതൊക്കെ പൗഡർ ഏട്ടത്തിയുടെ വെറും കെട്ടുകഥയല്ലേ, മലേഷ്യ കഥ. ഇതൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാം, പക്ഷേ നമ്മളെ വിശ്വസിപ്പിക്കാനായിട്ട് അവൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇനി വേറെന്താ പണിയെന്ന് ആലോചിച്ചോ. ഇനി അവൾ ഈ ഒരു കാര്യം മുടക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും, പക്ഷേ അതിലൊന്നും നമ്മൾ വീഴില്ല രേവതി. കണ്ടോ, ഇനി കളിയുടെ കിടപ്പ് വേറെ ലെവലായിരിക്കും എന്ന് സച്ചി പറയാം. ഇതേ സമയം തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ കട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്, എങ്ങനെ അവരുടെ മലേഷ്യ ട്രിപ്പ് പൊളിക്കും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ശ്രുതി കുളിച്ചിറങ്ങി വരുന്നത്. അപ്പോൾ ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ, ഏങ്ങി കരയുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി പേടിച്ചു പോയി. ശ്രുതി ചോദിക്കുകയാണ്, എന്താണ് ശ്രുതി, നീ എന്തിനിങ്ങനെ കിടന്ന് കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല. ഒന്നുമില്ലെന്നോ? ഒന്നുമില്ലാതെ നീ വെറുതെ കിടന്ന് കരയോ? എന്താന്ന് വെച്ചാൽ പറ, എന്താണെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാലോ, എന്താണെങ്കിലും എന്നോട് തുറന്ന് പറ. ശ്രുതി, ഞാനൊരു കാര്യം പറയട്ടെ ശ്രുതി, ഇപ്പം കണ്ടില്ലേ അവരെല്ലാവരും മലേഷ്യയിലേക്ക് പോകാൻ പോവാന്ന്. അവർക്ക് മലേഷ്യയിലേക്ക് പോകാതെ വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോകാൻ പാടില്ലേ? എന്തിനാ അവർ മലേഷ്യയിലേക്ക് തന്നെ പോകുന്നത്? എനിക്കത് സഹിക്കാൻ പോലും പറ്റുന്നില്ല. അത് ശരി, അവർ മലേഷ്യയിലേക്ക് പോകുന്നത് കൊണ്ടാണോ നീ കരയുന്നത്? അതിൻ്റെ കരയണതിൻ്റെ കാര്യമുണ്ട് ശ്രുതി. അതെന്താ നീ കരയുന്നത്? അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് പോട്ടേന്നേ, അത് നമുക്കെന്താ കുഴപ്പം, അല്ല നിനക്കെന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ, വേണ്ട, അവർ മലേഷ്യയിലേക്ക് പോവണ്ട. അവർ പറഞ്ഞത് കേട്ടില്ലേ, ജയിലിൽ കിടക്കുന്ന എൻ്റെ അച്ഛനെ കാണാനായിട്ട് അവർ പോകുമെന്ന്. അതിനെന്താ, കുഴപ്പമില്ലല്ലോ, അച്ഛനെ കണ്ടെന്നൊരു സന്തോഷമല്ലേ. വേണ്ട, അങ്ങനെ എൻ്റെ അച്ഛനെ കാണാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അച്ഛന് സങ്കടം ഉണ്ടാക്കൂലേ. അച്ഛനിപ്പോൾ ജയിലിൽ കിടക്കുക. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അച്ഛനെ കാണാനായിട്ട് ഇവരെല്ലാവരും കൂടി ചെന്ന് കഴിഞ്ഞാൽ അത് അച്ഛന് മോശപ്പേരാ. അച്ഛനത് വല്ലാത്തൊരു സങ്കടവും, എനിക്കും അതേപോലെ തന്നെ സങ്കടവും. അതുകൊണ്ട് അച്ഛനെ കാണാനായിട്ട് അവർ മലേഷ്യയിലേക്ക് പോകരുത്. എനിക്ക് അത്രയും മാത്രമേ ഉള്ളൂ. അയ്യോ ശ്രുതി, അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാണ് ശ്രുതി? അവർ മലേഷ്യയിലേക്ക് പോകുമെന്ന് കടുത്ത തീരുമാനം എടുത്തിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ അവരെ തടയാനൊന്നും പറ്റില്ലല്ലോ. കണ്ടോ, ഇതാ പറഞ്ഞത്, ഈ ശ്രുതിക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല, ഒരു ആത്മാർത്ഥതയുമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രുതി എനിക്ക് സാധിച്ചു തരത്തൂല. അങ്ങനെ പറയരുത് കേട്ടോ ശ്രുതി, നിൻ്റെ കൂടെയല്ല ഞാൻ നിന്നിട്ടുള്ളൂ, ഏത് കാര്യത്തിനും ഞാൻ കൂടെ നിന്നിട്ടില്ലേ, ഏതൊരു കാര്യവും ഞാൻ സാധിച്ചു തന്നിട്ടില്ലേ. ഇപ്പം എന്താ നീ ഇങ്ങനെ പറയുന്നത്? അതല്ല ഞാൻ സാധിച്ചു തന്നതേ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണ്. ഇല്ല, എനിക്കറിയാം ശ്രുതിക്ക് എന്നോട് ഇഷ്ടമില്ലെന്ന്. അങ്ങനെയായിരുന്നെങ്കിലേ ശ്രുതി പോയി പറയുമായിരുന്നു അവരോട്, മലേഷ്യയിലേക്ക് പോകണ്ട, നിങ്ങൾ വേറെ എവിടെയെങ്കിലേക്ക് പോയിക്കോളാൻ. ശ്രുതി, ഞാൻ അവിടെ ചെന്ന് ഈ കാര്യം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിയിലെ എന്നെ കുനിച്ച് നിർത്തി ഇടിക്കും. അതായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. അവനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പോകുമെന്ന് നിനക്കറിയാലോ. ഇല്ല, പോകൂല. പറയേണ്ട രീതിയിൽ ശ്രുതി അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. നല്ല കടുത്തതേ, പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല എന്ന് അവിടെ ഒരു കടുത്ത തീരുമാനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരനുസരിക്കും. പിന്നെ ശ്രുതി പറയുന്ന എന്ത് കാര്യവും അനുസരിക്കുന്നതല്ലേ ആൻറ്റി. അപ്പോൾ ആൻറ്റിയോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ
ആൻറ്റി അനുസരിക്കാതിരിക്കോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. അത് നീ പറഞ്ഞ സത്യം തന്നെയാ. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അമ്മ അനുസരിക്കും. പക്ഷെ ഈ കാര്യം അനുസരിക്കുമോ എന്നാണ് എൻ്റെ ഒരു സംശയം. ദേ സുധി, നീ ഏതായാലും പോയി അവരോട് പറഞ്ഞേ മതിയാവുള്ളൂ. മലേഷ്യയിലേക്ക് അവരെ വിടരുത്. എൻ്റെ അച്ഛൻ അത് സങ്കടമാകും. അതുകൊണ്ട് അച്ഛൻ്റെ സങ്കടമൊന്നും എനിക്ക് കണ്ടു നിൽക്കാനായിട്ട് കഴിയില്ല. അച്ഛനൊന്ന് ജയിലിൽ നിന്ന് ഇറങ്ങട്ടെ, അതിനുശേഷം നമുക്ക് എല്ലാവർക്കും കൂടി പോകാമെന്ന് പറ. അങ്ങനെയെങ്കിലും പറ സുധി എന്ന് പറയാം. ശരി, ഇനിയിപ്പോൾ നിന്റെ വാക്കുകൾ ഞാൻ തള്ളിക്കളഞ്ഞെന്ന് വേണ്ട. നിന്റെ വാക്കുകൾ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ദേ, ഈ സുധി ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. എനിക്കൊരു കഴിവില്ലെന്നല്ലേ പറയുന്നത്. ഞാൻ സ്ട്രോങ് ആയിട്ട് പറയാത്തത് കൊണ്ടാണ് അവർ കേൾക്കാത്തതെന്നല്ല നീ പറയുന്നത്. ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ അവരുടെ മുന്നിൽ പോയി പറയാൻ പോവാ. കാണിച്ചു തരാം ഈ സുധിയുടെ വില എന്താണെന്ന് കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് സുധി നേരെ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഇപ്പം തന്നെ എല്ലാ കാര്യങ്ങളും സാധിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സുധി നേരെ താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. അതെ, എല്ലാവരും കൂടി എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ അച്ഛൻ്റെ കാലൊന്ന് തിരുമ്മി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ ഏട്ടാ, എണ്ണെന്താ പറ്റിയത്? നിങ്ങളാരും മലേഷ്യയിലേക്ക് പോകില്ല. ഇത് കേട്ടോ സച്ചിയും രേവതിയും വരികയാണ്. അപ്പോൾ ശ്രുതി മേളിൽ നിന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അതെന്താടാ ആരും മലേഷ്യയിലേക്ക് പോകില്ല എന്ന് പറഞ്ഞത്? അതെന്തുകൊണ്ടാ? പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട, അത്രയേ ഉള്ളൂ. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ നീ എന്തൊക്കെയാണേ പറയുന്നത്? നീ എന്തിനിപ്പോൾ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും, അമ്മേ, അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി ശ്രുതിയുടെ അച്ഛനെ കാണും. ആ അച്ഛൻ ജയിലല്ലേ? ആ ജയിലിലേക്ക് നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ അച്ഛന് സങ്കടവും അതേപോലെ തന്നെ എൻ്റെ ശ്രുതിക്കും സങ്കടവും. ഇത് കേട്ട സച്ചിയാണെങ്കിൽ എന്താടാ പൗഡറേട്ടത്തിയാണോ നിന്നെ ഇങ്ങനെ പറയണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അല്ല, എന്നെ ആരും പറഞ്ഞു വിടുമെന്നല്ല, ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ്. നിങ്ങൾ പോവണ്ട. എങ്കിലേ നീ കേട്ടോ, ഞങ്ങൾ പോകും. ദേ, ഞാൻ പറഞ്ഞല്ലോ, മലേഷ്യയിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോകുക തന്നെ ചെയ്യും. എടാ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. അമ്മേ, കാര്യങ്ങളുടെ കിടപ്പുവശം ഒന്ന് മനസ്സിലാക്കണം. ദേ, ശ്രുതിയുടെ അച്ഛൻ മലേഷ്യ ജയിലിലാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് തോന്നും? അദ്ദേഹത്തിന് അത് സങ്കടമായിരിക്കുമല്ലേ? അദ്ദേഹത്തിന് സങ്കടം കൊണ്ട് സഹിക്കാൻ പറ്റുമോ? ശ്രുതിക്കും അതേപോലെ തന്നെ സങ്കടം ആവില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ സച്ചി ആണെങ്കിൽ, എടാ അതെങ്ങനെ സങ്കടവും? എടാ, അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോഴല്ലേ നമ്മൾ പോയി കാണേണ്ട. ഒരു ആപത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ എന്നെ കാണാനായിട്ട് എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ സന്തോഷത്താൽ മതി മറക്കൂലേ? അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്. ഇപ്പം കണ്ടില്ലേ, ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നു കഴിയുമ്പോൾ നമ്മളെല്ലാവരും കൂടി അദ്ദേഹത്തെ കാണാനായിട്ട് പോവാം. അപ്പോൾ അദ്ദേഹത്തിന് എത്രമാത്രം സന്തോഷം ഉണ്ടാവും. ഒരാപത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ എല്ലാവരും കൂടി എന്നെ കാണാൻ വരുന്നു എന്നല്ലേ പറയുള്ളൂ. അപ്പോഴൊക്കെ ശ്രുതിയാണെങ്കിൽ അത് ഹോസ്പിറ്റല്, അത് രോഗി, ഇത് രോഗമായിട്ട് കിടക്കുന്നതല്ലല്ലോ. ഒരാൾ ജയിലിൽ കിടക്കുകയല്ലേ. അപ്പോൾ ജയിലിൽ കിടക്കുന്ന ഒരാളെ അങ്ങനെ കാണാൻ പോകുന്നതൊന്നും ശരിയല്ല എന്നിങ്ങനെ പറയാണ്. ഒന്ന് പോടാ, എന്ത് ശരിയല്ല എന്ന്? അതൊക്കെ ശരി തന്നെയാണ്. ദേ സച്ചി, നീ കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലാക്കണം. ഏതായാലും ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങട്ടേന്നേ, അതിനുശേഷം പോയി കാണാമല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പൗഡറേട്ടത്തിയുടെ അച്ഛൻ എപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങുമെന്ന് പൗഡറേട്ടത്തിയല്ലേ പറയേണ്ടത്. പൗഡറേട്ടത്തിയെ പോലെയല്ലേ അത് നടക്കുന്നത്. എന്താണ് സച്ചി നീ പറയുന്നത് എന്ന് രവി ചോദിക്കുകയാണ്. അല്ല അച്ഛാ, പൗഡറേട്ടത്തിക്കല്ലേ അവിടുത്തെ കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലാകുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് കേട്ട ശ്രുതി മേളിൽ നിന്ന് പറയാ, അച്ഛൻ ഉടനെ തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പം പോയി കണ്ടാൽ മതി. പൗഡറേട്ടത്തി ഇത് കുറേ ആയി ഇങ്ങനെ പറയുന്നു. അമ്മ എന്താണ് പറയുന്നത് എന്നൊക്കെ സച്ചി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടുത്ത് വായിക്കും ചന്ദ്ര പറയാണ്, ഏതായാലും സച്ചി പറഞ്ഞത് തന്നെയാണ് ശരി. എന്താ അമ്മ ഈ പറയുന്നത് എന്ന് ശ്രുതി ചോദിക്കണം. അതെ, സച്ചി പറയുന്നത് തന്നെ ശരി. ഓഹോ, അപ്പോൾ അമ്മ അവന് വേണ്ടി സപ്പോർട്ട് നിൽക്കുകയാണല്ലോ. ഞാൻ ആർക്കും വേണ്ടി സപ്പോർട്ട് നിന്നതല്ല. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. ഇതുവരെ അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോലും പറ്റിയിട്ടില്ല. ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കാൻ പോലും സാധിച്ചിട്ടില്ല. മലേഷ്യയിൽ ഇങ്ങനെ ഒരു അച്ഛനുണ്ടെന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയാൻ പാടുള്ളൂ. അല്ലാതെ യഥാർത്ഥത്തിൽ എന്താ സംഭവമൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പതേ അദ്ദേഹം ജയിലിൽ കിടക്കുന്നു. അപ്പോൾ ആ ജയിലിൽ കിടക്കുന്ന സമയത്ത് പോയി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് ആശ്വാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ പിണക്കമൊന്നും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അഥവാ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മളെല്ലാവരും കൂടി കാണാൻ പോകുന്നതെങ്കിൽ അദ്ദേഹം എന്ത് വിചാരിക്കും? ഒരാപത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നെ കാണാനായിട്ട് ആരും വന്നില്ല, ഇപ്പതേ എനിക്ക് നല്ല കാലം വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂടി എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു എന്നല്ലേ പറയുള്ളൂ. അപ്പം അതിനേക്കാളും നല്ലത് അദ്ദേഹത്തെ ജയിലിൽ പോയി കാണുക,
അത്രേ മാത്രമേ ഉള്ളൂ എന്ന് ചന്ദ്രയും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആകെ പെട്ടു എന്നൊരവസ്ഥയായി പോയി നമ്മുടെ ശ്രുതി. അപ്പോൾ ശ്രുതിയാണെങ്കിൽ അമ്മ എന്തിനാ അമ്മ നീ പോടാ, ഇതിലെ നിൻ്റെ വാക്ക് ഞാൻ കേൾക്കില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഏതായാലും മലേഷ്യയിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ പോകും സച്ചി, അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴേക്കും രവിയാണെങ്കിൽ അതെ ഏതായാലും അദ്ദേഹത്തെ കാണണം. ചന്ദ്ര പറഞ്ഞതന്നെ ശരി, അദ്ദേഹത്തെ ജയിലിൽ പോയി കണ്ടെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല, നീ നിൻ്റെ പാട് നോക്കി പോടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിരിയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഒരു നിവൃത്തിയില്ലാതെ നേരെ ശ്രുതിയുടെ റൂമിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഞാൻ ദേ കണ്ടില്ലേ സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞു. പക്ഷെ അവരൊന്നും കേൾക്കാനായിട്ട് തയ്യാറല്ല. അവർ മലേഷ്യയിലേക്ക് തന്നെ പോകും ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിന്തിക്കുകയാണ്. അതിന് ഞാൻ അവരെ മലേഷ്യയിലേക്ക് വിടില്ല. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം നന്നായിട്ട്. ഈ സമയം തന്നെ സച്ചിയും രേവതിയും കൂടി കണ്ടോ പൗഡറേട്ടത്തി പല തന്ത്രങ്ങളും പ്രയോഗിച്ചത് കണ്ടോ മലേഷ്യയിലേക്ക് പോകണ്ട, അച്ഛനെ കാണണ്ട എന്ന്. പക്ഷേ നമ്മളതൊന്നും വിട്ടുകൊടുക്കില്ല. പക്ഷേ സച്ചേട്ടാ നമ്മൾ മലേഷ്യയിലേക്ക് പോകുന്നില്ലല്ലോ, അതവർക്ക് അറിയില്ലല്ലോ രേവതി. അവർ വിചാരിച്ചിരിക്കുന്നത് മലേഷ്യയിലേക്ക് പോകുമെന്നല്ലേ. കണ്ടോ നീ, ഇനി സച്ചി വിട്ടുകൊടുക്കുന്ന പ്രശ്നവുമില്ല. പൗഡറേട്ടത്തിയെ ഞാൻ വരച്ച വരയിൽ നിർത്തും, നീ കണ്ടോ രേവതി. അങ്ങനെ ശ്രുതിയാണെങ്കിൽ മീരയെ കാണാനായിട്ട് ചെല്ലുകയാണ്. മീരയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താ ശ്രുതി ഇത്, ഇനിയിപ്പോൾ വല്ലാത്തൊരു പ്രശ്നമാവുമല്ലോ. അവരെങ്ങാനും മലേഷ്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവരും പെരുവഴിയിലാകും, നീയും പെരുവഴിയിലാകും. ഇതായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. ഏതായാലും ബീരാനിക്കനെ വിളിച്ചിട്ടുണ്ടല്ലോ, അദ്ദേഹം എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും ബീരാനിക്ക് ഇതിനെ സമ്മതിക്കുമെന്ന് എനിക്കൊരു പേടി. ഏതായാലും എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചേ മതിയാവുള്ളൂ എൻ്റെ മീരെ. അപ്പോഴേക്കും കോളിംബെല്ല് കേൾക്കാണ്. മീര കഥ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ ബീരാനിക്ക നിൽക്കുന്നു. അങ്ങനെ ബീരാനിക്ക ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ വന്നിരിക്കുന്നത്. എന്താ നിങ്ങൾക്ക് ആവശ്യം, എന്തിനാണ് ഇപ്പം എന്നെ വിളിച്ചു വരുത്തിയത്, എന്തെങ്കിലും ഇറച്ചിയുടെ ആവശ്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ സാർ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. സാറോ, നീ എന്തോ പറഞ്ഞെന്നെ സോപ്പിടാനുള്ള പരിപാടിയാണല്ലോ, എന്താ നീ സാറെന്നൊക്കെ വിളിച്ച് പറയുന്നത്, നിൻ്റെ ഒരാളവ് ഇനി നടക്കാൻ പോകുന്നില്ലേ? അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ഞാൻ പറയട്ടെ ചില കാര്യങ്ങൾ, അങ്ങനെ രഹസ്യമായിട്ട് കുറേ കാര്യങ്ങളെല്ലാം അവിടെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കേ ഇല്ല, പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല, ഇങ്ങനെ ഒരു നാടകം കളിക്കാനായിട്ട് എനിക്ക് പറ്റില്ല സാർ, ദയവ് ചെയ്ത് സാർ എൻ്റെ ഇതൊന്ന് കേൾക്കണം സാർ. ഇല്ല ശ്രുതി, നീ സാറെന്നൊന്നും വിളിച്ച് എന്നെ സോപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനിത് സമ്മതിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീരയാണെങ്കിൽ എനിക്ക് വേണ്ടിയെങ്കിലും ബീരാനെ ഇതൊന്ന് ചെയ്ത് കൊടുക്കുക അവൾക്ക്. ഇല്ല മീര, ഇത്രയും നാൾ മീരയ്ക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്തത്. ആ ഒരു പ്രശ്നത്തിൽ ഞാനൊരു പെട്ടുപോയ അവസ്ഥയിലാണ്. എപ്പോഴാണ് രേവതിയും സച്ചിയും കൂടി എൻ്റെ മുന്നിലേക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പേടിച്ചാണ് ജോലി ചെയ്യുന്നത്. സച്ചി എങ്ങാനും എന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറച്ചി വെട്ടുന്നത് പോലെ എന്നെ വെട്ടി തൂക്കിയിടും. എനിക്കതൊന്നും പറ്റില്ല, എനിക്കെൻ്റെ ജീവിതമാണ് വലുത്. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ സാർ പ്ലീസ് സാർ, എൻ്റെ ജീവിതം ആകെ അവതാളത്തിലാകും സാർ. അങ്ങനെ അവതാളത്തിലാകാതിരിക്കാനേ നീ നല്ല പ്രവൃത്തികൾ ചെയ്യണമായിരുന്നു, കള്ളത്തരം കാണിക്കാൻ പാടില്ലായിരുന്നു. എന്തിനാ കള്ളത്തരത്തോടു കൂടി തന്നെ ജീവിച്ചത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇത് കേട്ട ശ്രുതി ഇരുന്ന് പൊട്ടിക്കരയാണ്. അതിനെന്തിനാ കരയുന്നത്? അയ്യോ എന്താണ് സാർ ഇപ്പം എന്നെ രക്ഷിച്ചില്ലെങ്കിൽ, സാർ എന്നെ സഹായിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതം തീരും, എനിക്കൊരു ജീവിതം ഉണ്ടാവില്ല, പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇത് കേട്ട ബിരിയാണിക്കാണെങ്കിലേ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാ, എനിക്കൊരു വേറെ നിവൃത്തിയില്ല സാർ. അപ്പോൾ മീരയും കെഞ്ചി പറയാം. ഇത് കേട്ട ബിരിയാണിക്കാണെങ്കിലും ശരി ഞാനെന്നാ സമ്മതിക്കാം, നിങ്ങളുടെ ഈ നാടകം കളിക്ക് ഞാൻ കൂട്ടു നിൽക്കാം. അവസാനമാണേ, ഇനി ഇത് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ സാധിച്ചു തരില്ല. വേണ്ട സാർ, ഇത്രയും മാത്രം മതി. ശരി ഓക്കെ, ഞാൻ ഏതായാലും സാധിച്ചു തന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബീരാനിക്കാണെങ്കിൽ ഏതാ വഴി, മനുഷ്യൻ്റെ റിലേയും പോയി. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടാണ് വന്നത്, അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും മനുഷ്യൻ്റെ റിലേയും പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബീരാനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ കണ്ടല്ലോ, ഇനിയാണ് ഈ ശ്രുതിയുടെ കളികൾ ആരംഭിക്കാനായിട്ട് പോകുന്നത്. സച്ചിയെ എങ്ങനെ മലേഷ്യയിലേക്ക് വിടാതിരിക്കാനുള്ള പണിയൊക്കെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സീഗൻ, ബൈ.